ഹലോ, നമുക്ക് ഈ പകർച്ചവ്യാധി വരുമ്പോൾ എന്ത് ഭക്ഷണ രീതി അനുവർത്തിക്കണം എന്നുള്ളത് പലർക്കും സംശയമുള്ളൊരു സംഗതിയാണ്. പലരും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചും അവരുടെ നിത്യവുമുള്ള ചര്യയ്ക്ക് അനുസരിച്ചും അസുഖമില്ലാത്തപ്പോൾ അവരനുവർത്തിക്കുന്ന അതേ ഒരു ആഹാരക്രമം അസുഖം വരുമ്പോഴും അനുവർത്തിക്കാറുണ്ട്. പക്ഷേ ഈ പനിക്ക് അനുബന്ധമായിട്ട് വായ്ക്ക് രുചി ഇല്ലാത്ത അവസ്ഥയിൽ കൂടുതൽ രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള പ്രതിപത്തി ഇവർക്കുണ്ടാകാനും ഇടയുണ്ട്. ഉദാഹരണത്തിന്, അധികം മധുരമുള്ള കട്ടൻ ചായയും ബ്രെഡും ബിസ്ക്കറ്റും റസ്ക്കും ബന്നും ഒക്കെ പതിവാക്കുന്ന പനി ആഘോഷ കമ്മിറ്റിക്കാർ അറിയാനാണ് ഈ കാര്യം കൂടുതൽ വ്യക്തത വരുത്തി പറയുന്നത്. പലർക്കും പനിക്കാലത്ത് ഇതിനോടൊക്കെയാണ് പ്രതിപത്തി ഉള്ളത്. പക്ഷേ ഇത് പനിക്ക് കെണിയാവും എന്നുള്ളതാണ് പരമാർത്ഥം. ഒന്നറിയാൻ, ഈ മൈക്രോബുകൾക്ക് എപ്പോഴും ഒരു മധുരത്തിനോട് ഒരു ആർത്തി ഉണ്ടാകും. കൂടുതൽ ആയാസമൊന്നുമില്ലാതെ യഥേഷ്ടം മധുരം കിട്ടുമ്പോൾ മൈക്രോബിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രവണത ഏറുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ ഈ കൺവെൻഷണലായിട്ടുള്ള ചില